ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ നാർട്ടിയാം ദുർഗാദേവി ടെമ്പിളിന് ശേഷം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പൂന്തോട്ടം കാണാനായിട്ടാണ്. ഈ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറി പോകുന്ന എന്തുവാണ്? പൂക്കളുടെ അല്ലേ, മനോഹരമായ കുറേ പൂക്കളുള്ള ചെടികളുള്ള ഒരു പൂന്തോട്ടം അല്ല. അങ്ങനെ ഒരു പൂന്തോട്ടത്തിലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. 500 മുതൽ 1000 വർഷം വരെ പഴക്കമുള്ള കല്ലുകളുടെ ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളായ, കാരണം എന്താ പറയുക, നമ്മുടെ ഗ്ലോബലി UK-യിലും ടർക്കിയിലും ഫ്രാൻസിലും ഒക്കെ റോക്ക് ഗാർഡൻസ് കാണാൻ പോകുന്ന നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ തൊട്ടടുത്തായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു റോക്ക് ഗാർഡൻ കാണാനാണ് പോകുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒറ്റ റോക്ക് ഗാർഡൻസിൽ ഒന്നായ നാർട്ടിയാം റോക്ക് ഗാർഡനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഈ മെയിൻ സ്ട്രീം നമ്മുടെ പല TV ചാനലുകളിലോ ഒക്കെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. പണ്ടൊക്കെ നമ്മൾ ഡിസ്കവറി ചാനലിലാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കൽ അങ്ങനെയുള്ള ചാനൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതൊന്നും അല്ലാതെ ചെറിയ ഞങ്ങളെ കൂടെ കൂടിക്കോളൂ, നിങ്ങൾക്കിത് ഓർത്തിട്ടായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരാം. AD 1500 മുതൽക്ക് 1850 1800 അവസാനം വരയ്ക്കും ഈ റീജിയൻ ഭരിച്ചിരുന്ന ജയന്തിപൂർ കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അവരാണ് ഈ റോക്ക് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏർലിയർ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ കരുതിക്കൊണ്ടിരുന്നത് ഇവിടെ ഈ നമ്മുടെ ആൾക്കാരുടെ വീരന്മാരുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ അവശേഷിപ്പുകളെന്നാണ് കരുതുന്നത്. അല്ല, നമ്മുടെ ആർക്കിയോളജിക് സർവേയുടെ കീഴിലാണ് ഇപ്പോൾ ഈ റോക്ക് ഗാർഡൻ ഉള്ളത്. അവരുടെ സ്റ്റഡീസ്, അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു അവശേഷിപ്പുകൾ അല്ലെങ്കിൽ മെമ്മറീസോ ഒന്നുമല്ല, ഓരോ വീരന്മാരുടെ ഓരോ ഫാമിലീസിൻ്റെ കഥകളാണ് ഓരോ കല്ലുകളും പറയുന്നത്. ഈ വെർട്ടിക്കലായിട്ടുള്ള കല്ലുകൾ പുരുഷന്മാരെയും ഹൊറിസോണ്ടലായിട്ടുള്ളത് സ്ത്രീകളെയും അതിൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കല്ലുകൾ കുഞ്ഞുങ്ങളെയുമാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കല്ലിന് 8 മീറ്ററോളം ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 8 മീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അന്ന് എങ്ങനെയായിരിക്കും ഈ കല്ലുകളൊക്കെ അവർ ചുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. ഈ റോക്ക് ഗാർഡനിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത്ഭുതം എന്ന് വെച്ചാൽ ആദ്യം നോക്കിയപ്പോൾ കുറേ കല്ലുകൾ, പിന്നെ അവിടെ നിന്ന് ഒരാൾ പറയുന്നത് കേട്ടു, പല ആൾക്കാരോടും ഞങ്ങൾ റിസർച്ച് നടത്തി. സോ പതിയെ ഞങ്ങൾ റിയലൈസ് ചെയ്തു, ഞങ്ങൾ കണ്ടത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണെന്ന്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ, അതിൻ്റെ ഒരു ചരിത്രപരമായ സിഗ്നിഫിക്കൻസ് ഞങ്ങൾ അറിഞ്ഞത് വളരെ ലേറ്റായിട്ടായിരുന്നു. ഈ അവിടെ ലോക്കൽസ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കിഷോർ ഭായിയുമായിട്ട് ചോദിച്ച സമയത്ത് പുള്ളി പറയുന്നുണ്ടായിരുന്നു, പുള്ളി വേറൊരു ഫാമിലിയും കൊണ്ട് വന്നപ്പോൾ പുള്ളി പറഞ്ഞു എന്ന്, ആ ലോക്കൽസ് വിശ്വാസം ഈ കല്ലുകൾ ഹ്യൂമൻസ് ആണ് ചുമ്മിക്കൊണ്ട് വന്നതാണ്. എങ്ങനെയായിരിക്കും ഇത്രയും വലിയ കല്ലുകൾ ഹ്യൂമൻസ് ചുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക? ഒരു ഐഡിയയും ഇല്ല ഗൈസ്. ഓരോ കല്ലുകൾക്കും ഓരോ ചരിത്രമുണ്ട്, ഓരോ കഥകൾ പറയാനുണ്ടാവും, ഓരോ വീരന്മാരുടെ പ്രബുദ്ധരായിട്ടുള്ള ഭയങ്കരമായ വിൽ പവറുള്ള ചില സ്ത്രീകളുടെ കഥകൾ ഉണ്ടാകും. അതാണല്ലോ സ്ത്രീകളെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗൈസ്. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ഗൂഗിളിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടത്, നമ്മുടെ ഈ റോക്ക് ഗാർഡൻസ് കാണാനായിട്ട് ആൾക്കാർ പോകുന്നത് എവിടേക്കെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തേക്കാണ് പോകുന്നതെന്ന്. പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം ഉണ്ടായിട്ട് നമ്മൾ എവിടെ പോകുന്നു, ആര് പോകുന്നു, എന്ത് കാണുന്നു? ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മുടെ ആർക്കിയോളജിക് സർവേയുടെ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം, എത്ര നേരം വേണോ സ്പെൻഡ് ചെയ്യാം. ചെറിയൊരു പാർക്ക് ഇതിന് അഡ്ജസൻ്റായിട്ടുണ്ട്. ഇതിൻ്റെ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഷില്ലോങ് ആണ്. നിങ്ങൾക്ക് ഷില്ലോങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഗുവാഹത്തിയിൽ നിന്നോ ദോഹിന്നോ ഒക്കെ വരാം. ഗുവാഹത്തി എന്ന് വരുമ്പോൾ ഗുവാഹത്തി ടു ഷില്ലോങ് ടു നാർട്ടിയാങ്. ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ യാത്ര എവിടെ നിന്നായിരുന്നു? നമ്മുടെ ദോഹിയിൽ നിന്നായിരുന്നു. ദോഹി, തൃശ്ശി ഫാൾസ്, അവിടുന്ന് നാർട്ടിയാങ് ദുർഗാമ്മ ടെമ്പിള്, നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൊന്ന്, അവിടെ നിന്ന് നാർട്ടിയാങ് റോക്ക് ഗാർഡൻ. ഇതായിരുന്നു ഞങ്ങൾ എത്തിപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ നാർട്ടിയാങ് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല. ഇത് വന്നിട്ട് ഒരു മൺമറഞ്ഞു പോയ, നമ്മൾ ബംഗ്ലാദേശ് ഉൾപ്പെടെ റൂൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു റീജിയനാണ്. അതുവരയ്ക്കും റൂൾ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാഭാരതത്തിൽ ഉൾപ്പെടെ ഈ പർട്ടിക്കുലർ രാജവംശത്തെക്കുറിച്ച് പറയുന്നത് ചില ഇൻ്റർനെറ്റ് റിസർച്ചിൽ കണ്ടെത്തി, എനിക്കറിയില്ല. സോ അവിടെ വരെ പറയും ഒരു മെൻഷനുള്ള ഒരു സിവിലൈസേഷൻ്റെ, ഒരു കൾച്ചറിൻ്റെ അവശേഷിപ്പുകളാണ് സത്യത്തിൽ ഈ റോക്ക് ഗാർഡൻ. പുറമേക്ക് നോക്കുമ്പോൾ കുറേ കല്ലുകൾ കൂട്ടം കൂടി വച്ചിരിക്കുന്നു. അല്ല, ഇതൊരു സിവിലൈസേഷൻ്റെ എൻഡ്സാണ് ഗൈസ്, അല്ലെങ്കിൽ അവശേഷിപ്പുകളാണ്. നമ്മുടെ ഈജിപ്തിലെ പിരമിഡുകൾ പോലെയോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക, ഓക്കെ അത് ജസ്റ്റ് ടൈം ബീങ് അത് കൺസിഡർ ചെയ്യുക. അതുപോലേക്കൊരു
മഹത്തായൊരു ക്രിയേഷനാണ്, ഒരു അവശേഷിപ്പാണ് നമ്മുടെ ഈ നാട്ടിയം റോക്ക് ഗാർഡൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരിക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ബാക്കിയുള്ള കുടുംബക്കാർക്ക് അവർ പോകുന്ന സമയത്ത് അവരുടെ നോളജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ, ലവ് യു ഓൾ. എല്ലാവരുടെ സ്നേഹം മാത്രം. അപ്പോൾ റോക്ക് കണ്ട് നമ്മൾ തളർന്നു പോയിരിക്കുകയാണ്. ഇന്ന് ക്യാമറമാൻ കാവ്യോടൊപ്പം ക്യാമറമാനല്ലോ, ലേഡി ഫോട്ടോഗ്രാഫർ എന്നതിനെ വിളിക്കാം. ഞാൻ പ്രൊഫഷണലാണ്. ലേഡി ഫോട്ടോഗ്രാഫർ കാവ്യോടൊപ്പം വിഷ്ണു. അതെ, അതാണ്. ബൈ ടാറ്റാ.